നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ശരിയാണ്, കുന്നംകുളം സൂര്യന്റെ വില മാത്രമേ കൂടാതെയുള്ളൂ. സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 5 വർഷത്തേക്ക് ഒന്നിനും വില കൂടില്ലെന്ന് തള്ളിയ ദേശാഭിമാനിക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി നിൽക്കുകയാണ് മലയാളി. കാലിയടിച്ചു കിടക്കുന്ന സപ്ലൈകോയിൽ വിരൽ ചൂണ്ടി ജനം സർക്കാരിനെതിരെ രോഷത്തിലാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് വലിയ തിരിച്ചടി തന്നെയാണ് CPM-ന്. അതിൻ്റെ കൂടെ സംഭവം പ്രതിപക്ഷം ഏറ്റെടുത്ത് കത്തിക്കുകയാണ്. പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ വരുന്ന 5 വർഷവും സാധനങ്ങൾക്ക് വില കൂടില്ല എന്ന തലക്കെട്ടോടെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നിരുന്നു. ഇതിൽ ദേശാഭിമാനി പത്രത്തിൽ വാർത്തയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത്. അതിങ്ങനെയാണ്: വളരെ ശരിയാണ്, ഇനി വില കൂട്ടാൻ ഒരു സാധനവുമില്ല. ആകെയുള്ള കുന്നംകുളം സൂര്യന്റെ വില കൂടുകയുമില്ല. ഇതായിരുന്നു രാഹുലിൻ്റെ കുറിപ്പ്. വളരെ പരിഹാസം നിറഞ്ഞൊരു കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം സബ്സിഡി വില 35% നിജപ്പെടുത്തിയതിലൂടെ സപ്ലൈകോ വഴി വിൽക്കുന്ന 13 സാധനങ്ങൾക്ക് 3 മുതൽ 89 രൂപയുടെ വരെ വർധനയാണ് ഉണ്ടാകാൻ പോകുന്നത്. വില ഏറ്റവും ഉയർന്നത് വറ്റൽ മുളകിനാണ്. 89.14 രൂപയാണ് കിലോഗ്രാമിന് കൂട്ടിയത്. തുവരപ്പരിപ്പാണ് തൊട്ടു പിന്നിൽ. കിലോയ്ക്ക് 65 രൂപയായിരുന്നത് 111 രൂപയായി. 46 രൂപയുടെ വർധന. 1/2 കിലോ മുളകിന് പുതുക്കിയ നിരക്കനുസരിച്ച് 82.07 രൂപ നൽകണം. 13 ഇനങ്ങൾക്ക് നേരത്തെ 680 നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി 940 രൂപയാണ് നൽകേണ്ടത്. പൊതുവിപണിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾക്ക് 1446 രൂപയാണ് നൽകേണ്ടതെന്ന് പറഞ്ഞ് മന്ത്രി GR അനിൽ വർധനവിനെ ന്യായീകരിച്ചിട്ടുണ്ട്. സപ്ലൈകോ വഴി വാങ്ങുമ്പോൾ 506 രൂപയുടെ കുറവുണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. ഇപ്പോൾ നിശ്ചയിച്ച സബ്സിഡി നിരക്ക് അന്തിമമല്ലെന്നും 3 മാസത്തിൽ ഒരിക്കൽ വില പരിശോധിക്കുമ്പോൾ ഏറ്റക്കുറച്ചിൽ വരുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. സപ്ലൈകോ തുറന്നു വെച്ചിട്ട് ഒന്നുമില്ലാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ വർധന വരുത്തി നിലനിർത്തുന്നതല്ലേ എന്നാണ് മന്ത്രിയുടെ ചോദ്യം. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ വില വർദ്ധിപ്പിക്കാതിരുന്നത്. പൊതുവിപണിയിലെ വിലയും സബ്സിഡി നിരക്കും തമ്മിൽ ഏറെ അന്തരമുണ്ട്. ഇതുവരെയുള്ള സർക്കാരുകൾ സപ്ലൈകോയ്ക്ക് 1525 കോടി നൽകാനുണ്ട്. ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വില കുറച്ച് നൽകണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. സാഹചര്യം അനുകൂലമായിരുന്നെങ്കിൽ ഇതിലും നന്നായി എന്തെങ്കിലും ചെയ്യുമായിരുന്നു. സപ്ലൈകോ ദുർബലമാകാൻ പാടില്ല. സപ്ലൈകോ സ്റ്റോറുകളിൽ എത്രയും വേഗം സാധനങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ നടുവൊടിക്കുന്ന നടപടിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. സപ്ലൈകോയിൽ ഇന്ന് സാധനം വരും, നാളെ സാധനം വരും എന്ന പല്ലവി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ ഒന്നും എത്തുന്നില്ലെന്ന് മാത്രം. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഒരു വഴിക്കൂടെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാക്കി ജനങ്ങൾ പൊറുതിമുട്ടി. ഏതായാലും K സൂര്യൻ ജനങ്ങളെ നന്നായി കരിക്കുന്നുണ്ട്. വില കൂടിയതിനും സപ്ലൈകോയിൽ സാധനം ഇല്ലാത്തതിനും ന്യായീകരണ ക്യാപ്സൂളുമായി ഉടൻ പാർട്ടി ഇറങ്ങും.